Hello, all. Welcome to Epic Learning. And this class is on general knowledge of a PSC examination. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വളരെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ആദ്യമേ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാവർക്കും അറിയാം 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് തേർഡ് പാർട്ടിലാണ് വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് പാർട്ടിൽ ഇന്ത്യൻ യൂണിയൻ എന്ന് വരുന്നു, സെക്കൻഡ് പാർട്ടിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് വരുന്നു, തേർഡ് പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്? വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏത് പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഫോക്കസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻസ് പറയുന്നുണ്ട് പാർട്ട് 3, part 2, part 4 and part 5. Already I told you that part 3 focusing what the fundamental rights in Indian constitution. That's a very important question. Okay, let's find out the next one. Which article of Indian constitution guarantees the right to equality? Right to equality guarantee ചെയ്യുന്ന constitutional fundamental right article, which article that providing this that guarantees right to equality? Options: option A article 14, option B article 19, option C article 21 and option D article 32. Which is the right answer? Article 14 is that guarantees the right to equality. And next one, which article of Indian constitution prohibits discrimination on the grounds of religion, race, caste, sex or place of birth? Okay, discrimination, വിവേചനത്തെ എതിർക്കുന്ന വിവേചനം പാടില്ല, that prohibited the discrimination on the basis of color, caste, creed, and which article of Indian constitution? That's also included the fundamental rights. ഏതായിരിക്കും? Article 15, Article 17, Article 18, Article 21. So which is the right answer? Article 15. Okay, Article 15 ആണ് discrimination, prohibiting discrimination of what? On the basis of caste, creed or religion, whatever it is. Okay. Next one, the right to education, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, the right to education is included which article of Indian constitution? റൈറ്റ് ടു എഡ്യൂക്കേഷനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 22, ആർട്ടിക്കിൾ 24. Which is the right article that giving the right to education? Here article 21A. Okay, article 21A ആണ് വരുന്നത്. Next one, which of the following is not a fundamental right under Indian constitution? Not a fundamental right. ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സോ വിച്ച് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്? അപ്പൊ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഇതൊക്കെ റൈറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളാണ്. പക്ഷെ അല്ലാത്തത് ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. ആക്ച്വലി റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ടോട്ടലി 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ബട്ട് അത് റിമൂവ് ചെയ്തു. അത് പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റ് എന്നും ഒഴിവാക്കി എന്നതാണ് ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ, under which article can a citizen go directly to the Supreme Court for the enforcement of the fundamental rights? സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള ഒരു അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ ഏതാ നോക്കാം. ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226, ആർട്ടിക്കിൾ 124, ആർട്ടിക്കിൾ 131. ഏതായിരിക്കും? ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, കൊബറാൻഡോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് നമുക്ക് എന്ത് തരുന്നത്? സിറ്റിസൺ ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ സുപ്രീം കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണെന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ,
ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അപ്പൊ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ്? അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു രാജ്യത്തിന് ക്ഷേമത്തിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതൊരു എന്താ പറയാ, കുറച്ചും കൂടി നമുക്കൊരു ഈ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പൾസും ഫിലോസഫീസും ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻസ്. Which part of Indian Constitution deals with the directive principles of state policy? നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഏത് പാർട്ടിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത് അല്ലെങ്കിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ആൻഡ് പാർട്ട് 6. വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? Here part 4 of the Indian Constitution. Part 1 പറഞ്ഞു India as a union of states എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Part 2 സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. Part 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആൻഡ് Part 4 directive principles of state policy എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The directive principles of state policy are borrowed from the constitution of which country? Borrowed from which country? Fundamental rights borrowing from American Constitution. Then what was this directive principles of state policy? This is borrowed from which country? Let's find out the options. Option A USA, option B Canada, option C Ireland, and option D Australia. Which is the right answer? Ireland. Okay, Ireland is the right answer. From Ireland we borrowed the directive principles of state policy. Okay, next one. Which of the following is not the directive principles of state policy? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്താൽ പേയ്മെന്റ് കൊടുക്കുക. ഓപ്ഷൻ ബി റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആൻഡ് ഓപ്ഷൻ സി പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് വീക്കർ സെക്ഷൻസ്. ഇപ്പൊ താഴ്ന്ന അല്ലെങ്കിൽ വീക്കർ ആയിട്ടുള്ള കുറച്ച് വിഭാഗക്കാരുണ്ടാവും, അവരുടെ എഡ്യൂക്കേഷണൽ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഓക്കെ, എക്സിക്യൂട്ടീവ് നിന്നും ജുഡീഷ്യറിയെ സെപ്പറേഷൻ നടത്തുക. അപ്പോൾ ദീസ് ആർ ദ 4 ഓപ്ഷൻസ്. ഇതിലെ ക്വസ്റ്റ്യൻ എന്താണ്? നോട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശ തത്വത്തിൽ പെടാത്തത് ഏതാന്ന് ചോദിച്ചാൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി അല്ലെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റിലൊക്കെ വരുന്നതാണ്. നൗ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. Okay, next one. Under directive principles, which article promotes the organization of village panchayats? ഇതിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിന്റെ ഏത് ആർട്ടിക്കിൾ ആണ് വില്ലേജ് പഞ്ചായത്തിന്റെ ഓർഗനൈസേഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത്? ഏത് ആർട്ടിക്കിൾ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 41, ആർട്ടിക്കിൾ 42, ആർട്ടിക്കിൾ 43. Which is the right answer? ആർട്ടിക്കിൾ 40. ഓക്കെ, 40. ആർട്ടിക്കിൾ 40 ആണ്, 40 ആണ് വില്ലേജ് പഞ്ചായത്തിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞ മൗലിക അവകാശങ്ങളാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. അടുത്തതായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമ്മൾ കുറെ മൗലിക അവകാശങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് കുറച്ച് ഡ്യൂട്ടികൾ അല്ലെ, കർത്തവ്യങ്ങളും കടമകളൊക്കെ നമുക്കുണ്ട്. അതിനെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which part of Indian Constitution contains the fundamental duties? Which part of the Indian Constitution? Part 3, Part 4, Part 4A, Part 5. Which is the right answer? The right answer is Part 4A. A എന്ന് പറയുന്ന അമെൻമെന്റിലൂടെ വന്നതുകൊണ്ടാണ്. Okay, next one. How many fundamental duties are listed in the Indian Constitution? എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്? Here options 8, option A 8, option B 10, option C 11, option D 12. എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് നമുക്ക്? Yes, 11 duties are there. Next one, the fundamental duties were added to Indian Constitution by which constitutional amendment? ഞാൻ പറഞ്ഞു ഒരു അമെൻമെന്റിലൂടെയാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Which is that amendment? Here options 42nd amendment, option B 44th amendment, option C 61 amendment, and option D 86th amendment. Which is the right amendment of what fundamental duties added to this constitution? The right answer is amendment of 42nd. Okay, 42nd amendment ഏത് വർഷത്തിലാണ് വന്നത്? 1976 ഓക്കെ, 1976 42nd amendmentലൂടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡഡ് ഇൻ ടു ദിസ് വാട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.
Next question is, in which year were fundamental duties incorporated into Indian Constitution? ഏത് വർഷമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തത്? Some options are here. Option A 1950, 1950. Next one 1976. And next one 1985 and 1992. The right answer is 1976. Okay, 1976 42nd amendment നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ ഈ വർഷം മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. And next one, which of the following is not a fundamental duty under the Indian Constitution? Not a fundamental duty. Fundamental duty അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. Let's find out the options. Option A, to abide by the Constitution and respect its ideals and institutions. Respect our Constitution. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ റെസ്പെക്ട് ചെയ്യുക. That is the first one. Option B, to protect the sovereignty, unity and integrity of India. ഇന്ത്യക്ക് എന്തൊരു സോവറിനിറ്റിന്റെ പരമാധികാരം, യൂണിറ്റി, ഇന്റഗ്രിറ്റി, ഒരുമ എല്ലാം ഉണ്ട്. അപ്പൊ അതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ സി, ടു വോട്ട് ഇൻ ഇലക്ഷൻ. ഇലക്ഷനിൽ വോട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ആൻഡ് ഓപ്ഷൻ ഡി, ടു ഡെവലപ്പ് ദ സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. ഇപ്പോൾ രാജ്യത്തുള്ള ഹ്യൂമാനിസവും ഈ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറിയും അതുപോലെ സയന്റിഫിക് ടെമ്പറൊക്കെ ഇംപ്രൂവ് ചെയ്യുക. ഇതിൽ ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്? ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. വോട്ട് ചെയ്യുക എന്നുള്ളത്, ടു വോട്ട് ഇൻ ഇലക്ഷൻ എന്നുള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. മറ്റേതിൽ എന്താ നമ്മുടെ ഡ്യൂട്ടിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യലും രാജ്യത്തിന്റെ സോവറിനിറ്റിയും യൂണിറ്റിയിലും നമ്മൾ കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ദിസ് വീഡിയോ I have given you very important core of Indian Constitution, fundamental rights, directive principles, state policy and fundamental duties. ഈ 3 ടോപ്പിക്കിൽ നിന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇതിന് ക്വസ്റ്റ്യൻ ഉറപ്പിക്കാം. താങ്ക് യു.